الحمد لله الحمد لله الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله ليظهره على الدين كله ولو كره المشركون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. ما شاء الله كان ما شاء الله كان ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت هيلتي أدركني يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت هيلتي أدركني يا رسول الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين والشاكرين والحمد لله رب العالمين. സ്നേഹാദരണീയരായ സാദാത്തുക്കളെ, ഉലമാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പരിശുദ്ധമാകുന്ന ഈ മാസത്തിന്റെ ഹക്കുകൊണ്ട് നമ്മുടെ സർവ്വ പാപങ്ങളും അള്ളാഹു വിട്ടുപൊരുത്തുമാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാരാവട്ടെ. നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ഹാഫിദ് മസ്ഊദ് സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാരഥന്മാരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുകയും അവരുടെ ദറജ അള്ളാഹു ഉയർത്തി അനുഗ്രഹിക്കുമാരാവട്ടെ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളുടെയും അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെയും മദദ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന മഗ്ഫിറത്ത് മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹക്ക് കൊണ്ട് നമുക്ക് ധാരാളം ഓശാരമാക്കി തന്ന് അനുഗ്രഹിക്കുമാരാവട്ടെ. അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന മഗ്ഫിറത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ട് അള്ളാഹുവിൻ്റെ ചെറിയ പരീക്ഷണങ്ങളാണെങ്കിലും അതെല്ലാം വിശ്വാസദാർഢ്യത്തോടുകൂടെ നേരിട്ട പുണ്യരായ ജൗഹറുൽ അൻവാർ ഉസ്താദ് അബ്ദുൽ നാസർ മഅ്ദനിക്ക് അല്ലാഹു
ജല്ല ജലാലു ഹിമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവിടത്തെയുടെ സേവനം പരിശുദ്ധമായ ദീനിനും ഉമ്മത്തിനും സമൂഹത്തിനും അള്ളാഹു ദീർഘകാലം നൽകി അനുഗ്രഹിക്കുമാരാവട്ടെ. നമ്മുടെ പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ, സാദാത്തുക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാരാവട്ടെ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തിലൂടെ ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കുകയുണ്ടായി. ചുരുങ്ങിയ ആളുകളിലേക്ക് നിരവധി ഇൽമുകൾ, നിരവധി മഹാന്മാർ നൽകുന്ന, മഹാരഥന്മാർ നൽകിയ എത്രയോ ഇൽമുകൾ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഹൃദയങ്ങളിൽ മാറ്റമുണ്ടാക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രതിഫലം ലഭിക്കുന്ന ആഗ്രഹത്തോടുകൂടെ, ലഭിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും പ്രാർത്ഥന കേട്ട് ആമീൻ പറയുമ്പോഴും അത് അള്ളാഹു ദുആഇന് ഇജാബത്തുള്ള പ്രാർത്ഥനയാക്കി മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാരാവട്ടെ. പരിശുദ്ധ റമളാനിലും അതിനു മുമ്പും ശേഷം ഇപ്പോഴും നടത്തുന്ന നമ്മുടെ മജ്ലിസിലെ ഇൽമ് അള്ളാഹു ഉപകാരപ്രദമാകുന്ന ഇൽമാക്കി അനുഗ്രഹിച്ച് ഇഹപര വിജയത്തിനൊരു നിതാന്തമാകുന്ന ഇൽമാക്കി അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടത്തെയുടെ സ്വഹാബിമാരിൽ പ്രമുഖരായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് വിളിക്കുകയാണ്. ഈ അള്ളാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅലബ റളിയല്ലാഹു അൻഹുമായിട്ടുള്ള ആ സംസാരവും ശേഷം നടക്കുന്ന ഈ ചരിത്രവും നമ്മുടെ വാരിയെല്ല് കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തിന്റെ അന്തരംഗത്തിൽ വളരെയധികം പ്രതീക്ഷയോടുകൂടെ, വളരെയധികം തഖ്വയോടുകൂടെ, സൂക്ഷ്മതയോടുകൂടെ കേൾക്കുകയാണെങ്കിൽ ഒരു നിതാന്തം എന്ന നിലയിൽ മഗ്ഫിറത്തിന് വേണ്ടി, അള്ളാഹു പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് വേണ്ടി, തെറ്റുകൾ അള്ളാഹു പൊറുക്കുമോ എന്ന കൃത്യമായ രീതിയിൽ അള്ളാഹുവിനോട് എല്ലാ പാപങ്ങളും പൊറുപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ നടത്തിയ ആ പരിശ്രമങ്ങൾ, ത്യാഗങ്ങൾ, അത് സമൂഹത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചരിത്രം നമ്മിലേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ, അവിടുത്തെ അനുചരന്മാരിലൂടെ എത്തിച്ചത് എന്നത് വ്യക്തമാണ്. മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് പറയുന്നു, സഅലബ, ഇന്നാലിന്ന അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്ക് നിങ്ങൾ ചെല്ലണം. എന്നിട്ട് ആ അൻസാരിയായ സ്വഹാബിയെ ഹബീബായ പ്രവാചകൻ ഏൽപ്പിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ക്ഷണിക്കുകയും വേണം എന്ന് പറഞ്ഞ് അയക്കുകയാണ്. മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ റസൂലിന്റെ ആജ്ഞ അനുസരിച്ച് അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അൻസാരിയായ സ്വഹാബിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോഴ് ആ സ്വഹാബിയെ ക്ഷണിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ പറമ്പിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ആ സ്വഹാബിയുടെ ഭാര്യ അവിടുന്ന് കുളിക്കുന്ന ഒരു രംഗം മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. സഅലബ റളിയല്ലാഹു അൻഹു ആ രംഗം കാണുന്നു. വളരെ പെട്ടെന്ന് തന്നെ തന്റെ കണ്ണിനെ വലതു ഭാഗത്തേക്ക് തിരിച്ചു കളയുന്നു. താൻ അറിയാതെ വീണ്ടും ആ കണ്ണ് ആ കുളിക്കുന്ന കുളിമുറിയിലേക്ക് തന്നെ നീങ്ങുകയാണ്. ആ കുളിക്കുന്ന രംഗം വീണ്ടും മഹാനായ സഅലബ റളിയല്ലാഹു അൻഹുവിന് കാണാനിടയായി. രണ്ടാം തവണയും മനഃപൂർവ്വമല്ലെങ്കിലും സഅലബ റളിയല്ലാഹു അൻഹു അൻസാരിയായ സ്വഹാബിയുടെ ഭാര്യ അവിടുന്ന് കുളിക്കുന്ന രംഗം കാണാനിടയായപ്പോൾ പെട്ടെന്ന് തന്നെ
തന്റെ ബോധമണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചലിക്കുകയാണ്. ഞാൻ വലിയൊരു അപരാധം ചെയ്തു പോയി, ഞാൻ വല്ലാത്തൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ വലിയൊരു പാപിയാണ്. അള്ളാഹുവിന്റെ റസൂലിന് എന്റെ പാപത്തിന്റെ കണക്കനുസരിച്ച്, ഇതിന്റെ ഗൗരവമനുസരിച്ച് വഹി ഇറങ്ങിയിട്ടുണ്ടാവുമോ നാഥ? ഞാൻ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിന് എന്റെ മുഖം കാണിക്കുക? അൻസാരിയായ സ്വഹാബിയുടെ ഭാര്യ കുളിക്കുന്നത് ഞാൻ എന്റെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് കണ്ടു. ഒരു തവണയല്ല, 2 തവണ എനിക്ക് കാണാനിടയായി. സ്വഹാബിയെ ക്ഷണിക്കാൻ എനിക്ക് കഴിയില്ല, ഹബീബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും എനിക്ക് കഴിയില്ല. ആ മനുഷ്യൻ സഹലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച മഹാമഹീഷി, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന് മുഖം കാണിക്കാൻ മടിക്കുകയാണ്. അദ്ദേഹം വളരെയധികം അവശനായി, വളരെയധികം പ്രയാസപ്പെട്ടു, വളരെയധികം വേദനയോടുകൂടെ ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി നാഥാ. ഞാൻ അന്യ സ്ത്രീയെ കാണാനിടയായി. ഒരു തവണയല്ല, 2ാമതും അവരുടെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ 2ാമതും എന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി. അതുകൊണ്ട് എന്റെ കണ്ണും എന്റെ മുഖവും പാപം കൊണ്ട് നിറഞ്ഞു പോയതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് എനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, എനിക്ക് ആ സ്വഹാബിയെ ക്ഷണിക്കാനും കഴിയില്ല. ഫഅതാ ജിബാലൻ ബൈന മക്കത വൽ മദീന. ആ സ്വഹാബി സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി മക്ക മദീനയുടെ ഇടയിലുള്ള പർവ്വതങ്ങൾക്ക് ഇടയിൽ ഓടുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹാരഥന്മാരാകുന്ന ആരിഫീങ്ങളുടെ ചരിത്രം അത് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകാനാ. നമ്മളിത് പറയാൻ അർഹതയുള്ളവരല്ല, കേൾക്കുന്നവരിൽ പല തഖ്വയുള്ളവരുമുണ്ടാകും. ഈ ഉള്ളവൻ പറയാൻ അർഹതയുള്ളവനല്ല, പക്ഷേ മഹാന്മാരാകുന്ന സാദാത്തുക്കളുടെ പൊരുത്തം, മഹാരഥന്മാരാകുന്ന ഉലമാഇന്റെ പൊരുത്തം, അവിടുന്ന് ലഭിച്ച ഇജാസത്തുകളെല്ലാം ജീവിതത്തിൽ പാലിക്കാൻ അല്ലാഹു ഭാഗ്യം തരാൻ വേണ്ടിയിട്ട് ഒരു നിമിത്തമാകാൻ ഈ മഹാന്മാരുടെ ചരിത്രങ്ങളൊക്കെ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാനുള്ളൊരു ശ്രമം മാത്രമാണ് ഞാൻ നടത്തുന്നത്. അല്ലാഹ് നീ സ്വീകരിക്കണേ നാഥാ. ആമീൻ പറയുന്നത് കേട്ടുകൊണ്ട് ആമീൻ പറയുന്ന മഹാന്മാരുടെ മുഅ്മിനീങ്ങളുടെ ആമീൻ കാരണമായി നീ സ്വീകരിക്കണമേ തമ്പുരാനേ. ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണ്. അതേ ആ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ഫഅതാ ജിബാലൻ ബൈന മക്കത വൽ മദീന. മദീനയുടെയും മക്കയുടെയും ഇടയിലുള്ള പർവ്വതങ്ങൾക്കിടയിൽ ആ സ്വഹാബി ഓടുകയാണ്. എന്തെന്നില്ലാത്ത ഓട്ടമാണ്, രാത്രി എന്നില്ല, പകലെന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെ ഒരുപാട് മണിക്കൂറുകൾ കാത്തുനിന്നു. എന്തുകൊണ്ടാണ് വരാത്തത്? അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് തിരിച്ചു വന്നില്ല. സ്വഹാബി തിരിച്ചു വന്നില്ലെന്നാ മാത്രമല്ല, ദിവസങ്ങളോളം സ്വഹാബിയെ കാണാനില്ല. 40 ദിവസം പിന്നിടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് തിരിച്ചു വരാതെ 40 ദിവസം പിന്നിടുകയാണ്. മഹാന്മാരാകുന്ന പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിക്കുന്നു, മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വഹിയുമായിട്ട് ഇറങ്ങാതെ 40 ദിവസം ഈ സഅലബ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നിന്ന് അൻസാരിയായ സ്വഹാബിയെ ക്ഷണിക്കാൻ പോയി. സ്വഹാബിയുടെ ഭാര്യയുടെ ആ കുളിക്കുന്ന രംഗം തന്റെ കണ്ണുകൊണ്ട് കാണാനിടയായി. അവിടുന്ന് ആ പാപം പൊറുപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, മനഃപൂർവ്വമല്ലാത്ത ചെയ്ത ആ തെറ്റ് പൊറുക്കുന്നതിന് വേണ്ടി അള്ളാഹു മാപ്പാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ പർവ്വതങ്ങൾക്ക് മുകളിൽ അന്നമില്ലാതെ, ഭക്ഷണമില്ലാതെ, പാനീയമില്ലാതെ, രാപ്പകലെന്നില്ലാതെ
40 ദിവസങ്ങളോളം ഓടി നടന്ന ആ ദിവസങ്ങളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായിട്ട് ഇറങ്ങാത്ത ദിവസങ്ങൾ എന്ന് പഠിപ്പിക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസത്തിന് ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഹാജറാവുകയാണ്. എല്ലാ സ്വഹാബത്തിനോടും ചോദിക്കുന്നു, മുത്തലി മുഹമ്മദ് മുസ്തഫ ചോദിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനോടും പ്രത്യേകിച്ച് സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹുവിനോടും ഈ കാര്യം ഏൽപ്പിക്കുകയുണ്ടായി. എവിടെയെങ്കിലും കാണുന്നുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ട സഅലബ അൻസാരിയായ സ്വഹാബിയെ ക്ഷണിക്കാൻ പോയി തിരിച്ചു വന്നിട്ടില്ല? സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വഹാബിയെ ക്ഷണിക്കാൻ വേണ്ടി അയച്ചിട്ട് തിരിച്ചു വരാത്തതാ. അതേ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് വഹയുമായിട്ട് എത്തുന്ന മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു എവിടെയാണെന്ന് അറിയുന്നില്ല. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടന്നുകൊണ്ട് പാപം പൊറുക്കപ്പെടുന്നതിന് വേണ്ടി യാചിച്ച് പൊട്ടിക്കരയുകയാണ്. തെറ്റ് ചെയ്തതല്ല, മനഃപൂർവ്വം വലിയ പ്രയാസം ചെയ്തതല്ല, തെറ്റ് സംഭവിച്ചു പോയതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാനും നിങ്ങളും നാളൊന്നിൽ ചെയ്യുന്ന തെറ്റുകളുടെ കണക്കുകൾ എത്രയാണ്? ഇത് പറയാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു അർഹത ഈ ഉള്ളവനില്ല എന്നുള്ളത് വാസ്തവമല്ലേ? കേൾക്കുന്ന നമ്മൾ എത്ര പേർക്കാണ് ഇതിന് അർഹതയുള്ളത് കേൾക്കാൻ? എന്നാൽ മഹാന്മാരുടെ ചരിത്രം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മാറ്റമുണ്ടാകണം. ഹൃദയത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയണം. നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരു നിതാന്തമാകണം, കാരണമാകണം. അതേ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി അള്ളാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടങ്ങൾ വിയർക്കാൻ തുടങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നു, അതേ അള്ളാഹു റബ്ബുൽ ഇസ്സത്താകുന്ന അത്ഭുത പ്രതിഭാസത്തിന്റെ വചനം, ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യതഅബ്ദുനി മിനന്നാർ. സുബ്ഹാനല്ലാഹ്, ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക, പർവ്വതങ്ങൾ, അതേ നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായി പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടക്കുകയാണ്. ഹാദിയിൽ ജിബാലി യതഅബ്ദുനി മിനന്നാർ. 2 പർവ്വതങ്ങൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. മലകൾക്കിടയിൽ ഓടി നടന്നുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷ തേടുന്ന, നരകത്തിൽ നിന്ന് കാവൽ തേടുന്ന ഒരു സ്വഹാബിയുടെ ചരിത്രമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് എത്തിയിട്ട് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങ് ദിവസങ്ങളായി ഇവിടെ അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന അവിടത്തെ അനുയായി ഉണ്ടല്ലോ നബിയേ. ആ അനുയായിയെ പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യതഅബ്ദുനി മിനന്നാർ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതല്ലെങ്കിൽ അല്ലാഹു ഈ ചരിത്രം ഈ ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്, മുത്തുനബിയുടെ ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് കാത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്വഹാബിയെ കാണാനില്ല. ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബിയെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് ഖുർആൻ ഇറങ്ങുകയാണ്. അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാവൽ തേടിക്കൊണ്ട് പരിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി ഭയാനകമാകുന്ന നരകാഗ്നിയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട്, രക്ഷ തേടിക്കൊണ്ട് 2 മലകൾക്കിടയിൽ ഓടി നടക്കുന്ന സ്വഹാബി, ഒരുപാട് പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടക്കുന്ന സ്വഹാബി കാവൽ ചോദിക്കുകയാണ് എന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് നബിയേ, ഇന്നൽ ഹാരിബ മിൻ ഉമ്മതിക ബൈന ഹാദിഹിൽ ജിബാലി യതഅബ്ദുനി മിനന്നാർ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട് നബിയേ, പർവ്വതങ്ങൾക്കിടയിൽ കാവൽ തേടിക്കൊണ്ട്, നരകത്തിൽ നിന്ന് കാവൽ തേടിക്കൊണ്ട് ഓടി നടക്കുന്ന ഒരു സ്വഹാബിയെ കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് നബിയേ. ആ പറഞ്ഞ സ്വഹാബി ആരാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അവിടുന്ന് പരിശുദ്ധ ഖുർആൻ
ഖുർആൻ ഓതുമ്പോൾ അവിടുന്ന് വഹിയ് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ അനുയായികൾക്കും മനസ്സിലാവുകയാ ദീർഘമായ ചരിത്രം മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹുവിനെയും കൂടെ കൂട്ടാൻ പറയുന്നു. എന്നിട്ട് സഅലബ എവിടെ? ഉമറെ അന്വേഷിച്ചിട്ട് വരണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു സഅലബ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു സഅലബ റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചുകൊണ്ട് മദീന വിട്ടിറങ്ങുകയാണ്. മദീന വിട്ടിറങ്ങി ഒരുപാട് ദിവസങ്ങളോളം അന്വേഷിക്കുന്നു. എവിടെയെങ്കിലും സഅലബനെ കാണാനിടയാകുന്നുണ്ടോ എന്ന്. ഒരു ദിവസം സന്ധ്യയായപ്പോൾ ഒരു പർവ്വതത്തിന്റെ താഴെ ഒരാളെ കണ്ടുമുട്ടുന്നു ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ്. എന്നിട്ട് പറയുന്നു, ഞാൻ ഉമറുൽ ഫാറൂഖ് ആണ്. നിങ്ങളുടെ പേരെന്താണ്? ഞാൻ റുഫാക്കയാണ്. ഞാൻ ആട്ടിടയനാണ്, ആടിനെ മേക്കുന്ന ആളാണ്. നിങ്ങൾ എത്ര നാളായി ഇവിടെ താമസിക്കുന്നത്? ഒരുപാട് ദിവസങ്ങളായി ഉമറെ റളിയല്ലാഹു അൻഹു. ഞങ്ങൾ ഉമർ എന്നവരെ ഇവിടെ താമസിക്കുന്നത് കുറെ നാളുകളായി. എന്താണ് ഉമറെ നിങ്ങൾ വരാൻ കാരണം? അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട ഒരാള് സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി ദിവസങ്ങളായി കാണാനില്ല. ആ സ്വഹാബിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അന്വേഷിക്കുകയാണ്. ആ സമയത്ത് റുഫാക്ക എന്ന ആട്ടിടയൻ പറയുന്നു, അതേ, അർദ്ധരാത്രിയായാൽ ഒരു മനുഷ്യൻ ഇവിടെ ഇറങ്ങി വരുന്നുണ്ട് മറേ. ഇറങ്ങി വരികയും തലയിൽ കൈവച്ചുകൊണ്ട് ഓടി വരാറുണ്ട്. തലയിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്, പൊട്ടിക്കരയാറുണ്ട്. ഉമറേ, ഞങ്ങൾക്ക് കാണാനിടയായിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയായ സഅലബ റളിയല്ലാഹു തആല അൻഹു, ആ സഅലബ എന്താണ് തലയിൽ കൈവച്ചുകൊണ്ട് പറയാറുള്ളത്? റുഫാക്ക എന്ന ആട്ടിടയനായ ആ ആള് പറയുന്നു, ഉമറേ, ഇവിടെ ഇറങ്ങി വരുന്ന ആള് അർദ്ധരാത്രിയായാൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ആട്ടിനെയെല്ലാം ഇവിടെ കെട്ടി ഞങ്ങൾ ആട്ടിന് വെള്ളം കൊടുക്കുവാനും ഞങ്ങൾ വെള്ളം കുടിക്കുവാനും ഈ പർവ്വതത്തിന്റെ താഴെ വരുമ്പോൾ ഇവിടെ ഒരാൾ ഇറങ്ങി വരാറുണ്ട്. ഉമറേ, ആ ഇറങ്ങി വരുന്ന ആളിന് നിങ്ങൾ പറയുന്ന ആളുമായിട്ട് സാമീപ്യമുണ്ടോ എന്നറിയില്ല. പക്ഷേ ആ മനുഷ്യൻ തലയിൽ കൈവച്ചുകൊണ്ട് പറയുന്നു, യാ ലൈലതക, അല്ലാഹുവേ, ഞാൻ ഖുബിലത്തു റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദ് വലം തുജർരിദ്നി ഫി ഫസിൽ ഖദാ. അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് പർവ്വതത്തിന്റെ താഴെ രണ്ട് കൈയും തലയിൽ വെച്ചുകൊണ്ട് പറയുന്നു, യാ ലൈലതക ഖുബിലത്തു റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദി വലം തുജർരിദ്നി ഫി ഫസിൽ ഖദാ. വീണ്ടും റുഫാക്ക പറയുന്നു, ഉമറേ, ആ മനുഷ്യൻ കയ്യിൽ തല വെച്ചിട്ട് രണ്ട് കൈയും തലയിലേക്ക് വെച്ചിട്ട് പറയുന്നു, യാ ലൈലതക ഖുബിലത്തു റൂഹി ഫിൽ അർവാഹി വജസദി ഫിൽ അജ്സാദ് വലം തുജർരിദ്നി ഫി ഫസിൽ ഖദാ. ആ മനുഷ്യൻ ഇറങ്ങിയിട്ട് പറയുകയാണ്, യാ ലൈലതക ഖുബിലത്തു റൂഹി, എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. എന്റെ ശരീരത്തിൽ നിന്ന് എന്റെ റൂഹിനെ പിടിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. എന്നിട്ട് അദ്ദേഹം പൊട്ടിക്കരയുകയാണ്, അല്ലാഹ്, എന്റെ ശരീരത്തിലേക്ക് ആ റൂഹിനെ മടക്കാതിരുന്നെങ്കിൽ, വീണ്ടും എന്റെ ശരീരത്തിലേക്ക് ആ റൂഹിനെ മടക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നാഥാ. എന്നിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി രണ്ട് കൈയും തലയിലേക്ക് വെച്ചുകൊണ്ട് യാ ലൈലതക ഖുബിലത്തു റൂഹി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നരകത്തെ പേടിച്ചു ഓടുന്ന മനുഷ്യനെ പോലെയാണ് ഉമറേ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനിടയാകുന്നത്. മഹാനായ ഉമർ തങ്ങൾ പറയുന്നു, റുഫാക്ക, നിങ്ങളാ പറയുന്ന മനുഷ്യനെ തന്നെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നത്. ഈ സംഭവവുമായിട്ട്
നിങ്ങൾ പറഞ്ഞ കാര്യവുമായിട്ട് സാമീപ്യമുള്ള വചനങ്ങൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്വഹാബിക്ക് വേണ്ടി തന്നെ അവതരിപ്പിക്കപ്പെട്ടതാണ്. ആ മനുഷ്യനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ? മഹാനായ റുഫാഖ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു ആ രണ്ടുപേരെയും പാതിരാത്രിയായപ്പോൾ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു മനുഷ്യനെ കാണിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മെലിഞ്ഞൊട്ടിയ ശരീരമായി 40 ദിവസങ്ങളിലേറെയായി ഭക്ഷണം കഴിക്കാതെ പാനീയങ്ങൾ കുടിക്കാതെ ഇബാദത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവശനായിട്ട് നിൽക്കുന്ന ഒരാളിനെ കാണുകയാണ്. ആരാണത്? മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹുവാണ്. ആ സഅലബ റളിയല്ലാഹു അൻഹുവിനെയാണ് കാണാനിടയാകുന്നത്. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു സഅലബയുടെ അടുക്കലേക്ക് എത്തും. രണ്ട് കൈയും പിടിക്കുന്നു. അവിടുന്ന് കൂടെയുണ്ടായിരുന്ന സൽമാൻ ഇബ്നുൽ ഫാരിസി സഅലബാനെ കെട്ടിപ്പിടിക്കുന്നു. നെറ്റത്ത് ചുംബനങ്ങൾ കൊടുത്തുകൊണ്ട് പറയുന്നു, സഅലബ, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ അയച്ച കാര്യങ്ങൾ പൂർത്തിയാക്കി തിരിച്ച് ഹബീബിന്റെ അരികിലേക്ക് എത്താതെ എന്തേ നിങ്ങൾ ഒളിച്ചു നടക്കുന്നത്? ഉമറേ, ദംബിയ, ഉമറിന്റെ പാപമാണ് എനിക്ക് ഇങ്ങനെ ഒളിച്ചു നടക്കാൻ കാരണമായത്. ഉമറേ, ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹുവിനെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ആ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് പറയുന്നു, നമുക്ക് പോകാം. സഅലബ റളിയല്ലാഹു അൻഹു വിസമ്മതിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരാൻ എനിക്ക് സാധിക്കില്ല ഉമറേ, അങ്ങനെ പറയരുത് സഅലബ, നിങ്ങൾ വരണം. എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല ഉമറേ. അവസാനം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പോയില്ല എങ്കിൽ ഉമർ എന്തായാലും കൊണ്ടുപോകും. ഉമറാണല്ലോ പറയുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കേണ് വീണ് അപേക്ഷിക്കുകയാണ്, ഉമറേ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വന്നുകൊള്ളാം, പക്ഷേ മുത്തുനബിക്ക് ഞാൻ എന്റെ മുഖം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അവിടെ നിന്ന് കൈപിടിച്ചു പറയുന്നു, നമസ്കാരത്തിന് ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ബാങ്കിന് ഇഖാമത്തും കൊടുത്ത് കൈകെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്നെ പള്ളിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാവൂ. ഈ ഒരു നിബന്ധനയ്ക്ക് വിധേയനായി മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റുഫാഖയോട് സലാം പറഞ്ഞവിടുന്നതാ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് ഉമറും കൂടെയുണ്ടായിരുന്ന സൽമാൻ ഇബ്നുൽ ഫാരിസിയും അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുസവിധത്തിലേക്ക് എത്തുകയാണ്. സുബ്ഹി നിസ്കാരത്തിന്റെ സമയത്തിലേക്ക് അടുത്ത സമയത്താണ് മദീനയുടെ പള്ളിയുടെ അടുത്തേക്ക് എത്തിയത്. മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ അതാ ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്തും കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഇമാമത്ത് നിൽക്കുകയാ. ആ സമയത്തിലാണ് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ കൈപിടിച്ച് പള്ളിയിലെത്തി. അവിടുന്ന് അംഗസ്നാനം ശുദ്ധിയെല്ലാം ചെയ്ത് ഉളു നിർവഹിച്ച് ഉമറും സൽമാനും ഫാരിസിയും മഅ്മൂമീങ്ങളായി തുടരുകയാണ്. പതുക്കെ വരുന്നു സഅലബ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ ഇമാമത്തായി നിസ്കരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പരിശുദ്ധ ഖുർആൻ ഓതുകയാണ്. ബഹുമാനപ്പെട്ട സഅലബ ബോധം കെട്ട് വീഴുകയാ. നമസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ചോദിച്ചു, ഉമറിനെ കണ്ടിട്ട്, ഉമറേ, എവിടെയാണ് സഅലബാനെ കിട്ടിയില്ലേ? കിട്ടി നബിയേ, എവിടെയാണ് സഅലബ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കിടന്ന കിടപ്പിൽ നിന്ന് ലബ്ബൈക വ സഅദൈക യാ റസൂലല്ലാഹ്, സഅലബയാകുന്ന ഞാൻ ഇവിടെയുണ്ട് നബിയേ. അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിലേക്ക് കൈയും പിടിച്ചുകൊണ്ട് അവിടുന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം നോക്കാതെ തലയങ്ങ് കുനിച്ചിരിക്കുകയാണ്. അവിടുന്ന് ചോദിക്കുന്നുണ്ട്, സഅലബ, എന്താണ് നിങ്ങൾക്ക് ഈ സംഭവിച്ചു പോയത്? നിങ്ങൾ എന്തേ എന്റെ മുഖം നോക്കാത്തത്? ബഹുമാനപ്പെട്ട സഅലബ
സഅലബ റളിയല്ലാഹു തആല അൻഹു, എന്തിനാണ് സഅലബ നിങ്ങൾ മാറി നിന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്, നബിയേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി നബിയേ, അത് പൊറുപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നബിയേ. ദിവസങ്ങളായില്ല സഅലബ നിങ്ങൾ പോയിട്ട് പർവ്വതങ്ങൾക്കിടയിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്ത അദാബിനെ കുറിച്ച് ഖേദിച്ച് മടങ്ങുന്നത് കുറെ നാളുകളായില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബയോട് ചോദിക്കുമ്പോ, യാ റസൂലല്ലാഹ്, എന്റെ പാപം അത്രയ്ക്കും വലുതാണ് നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സഅലബാന്റെ തലയെ തടവുകയാണ്. എന്നിട്ട് സഅലബയോട് പറയുന്നു, സഅലബ, നിങ്ങളുടെ പാപം പൊറുക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെയോ? അഫലാ അദുല്ലുക അലാ ആയത്തിൻ തുകഫിറു ദുനൂബ വൽ ഖതായാ. ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബാന്റെ കൈപിടിച്ച് പറഞ്ഞ സംഭവം മഹാന്മാരാകുന്ന ചരിത്രകാരന്മാര് പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന് എന്തായാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിയെ സമാധാനിപ്പിക്കണമെന്നുണ്ട്. സഅലബാന്റെ കൈപിടിച്ചുകൊണ്ട് സ്വഹാബത്തിനെ എല്ലാം സാക്ഷിയാക്കി മദീനത്തെ പള്ളിയിലതാ അല്ലാഹുവിന്റെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ കടലായ മുഹമ്മദുർ റസൂലുള്ളാഹി, വിപ്ലവത്തിന്റെ പടവാലായ മുഹമ്മദുർ റസൂലുള്ളാഹി, അടിച്ചമർത്തപ്പെട്ട അടിമവർഗത്തിന്റെ പുനരുദ്ധാരകരായ മുഹമ്മദുർ റസൂലുള്ളാഹി, തകർത്ത് തരിപ്പണമാകപ്പെട്ട മാനുഷിക വർഗത്തിന്റെ പുനഃസംവിധായകരായ മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാറ്റിലും അധികം തന്റെ പ്രിയപ്പെട്ട അനുയായികളിൽ ഒരാൾ പോലും നരകത്തിലേക്ക് പോകരുത് എന്ന് എപ്പോഴും ശാഠ്യം പിടിക്കാറുള്ള ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സഅലബ, അഫലാ അദുല്ലുക അലാ ആയത്തിൻ തുകഫിറു ദുനൂബ വൽ ഖതായാ. ഞാൻ നിങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കുന്നതിന് നിതാന്തമാകുന്ന ഒരു ആയത്ത് പറഞ്ഞു തരട്ടെയോ? ഒരു പരിപാടി അങ്ങക്ക് പറഞ്ഞു തരട്ടെയോ? അതേ നബിയെ, പറഞ്ഞു തരണം. എനിക്കത് വലിയ ആഗ്രഹമാണ് നബിയെ. എന്റെ ശരീരവും ഇങ്ങനെ മെലിഞ്ഞുട്ടിപ്പോയത് പാപങ്ങളെ, എന്റെ ശരീരം പേറിയത് കൊണ്ടാണ് നബിയെ, ഞാൻ തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, സർവ്വപാപങ്ങളും പൊറുപ്പിക്കുന്ന ഒരു ആയത്ത് ഞാൻ വിശദീകരിക്കാം. സഅലബ, നിങ്ങളൊന്ന് പറഞ്ഞോളൂ, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ അത് പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങനെക്ക് പറഞ്ഞു തന്ന ഈ ആയത്തിനേക്കാൾ ദംബി അഅ്ലമു യാ റസൂലല്ലാഹ്, അങ്ങനെക്ക് പറഞ്ഞു തന്ന ഈ ആയത്തിനേക്കാൾ വലിയ ഭാരമേറിയതാണ് എന്റെ പാപം നബിയെ. ഞാൻ ചെയ്ത തെറ്റ് ഇതിനേക്കാളും കടുപ്പമേറിയതാണ്. അല്ലാഹുവിന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅലബാനെ സമാധാനിപ്പിക്കുന്ന, സഅലബ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ചെയ്ത തെറ്റുകൾ പൊറുക്കുന്നതിന് വേണ്ടി പരിശുദ്ധമായ ഈ വചനം നിങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. തീർച്ചയായും അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും. ഇല്ല യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്റെ പാപങ്ങൾ ഇതിനേക്കാളും വലുതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ല അല്ല സഅലബ, ബൽ കലാമുല്ലാഹി അസ്സ വജല്ല അഅ്ലം, നിങ്ങളുടെ പാപങ്ങൾ വലുതാണെന്ന് നിങ്ങൾ പറഞ്ഞു പോകരുത് സഅലബ. നബി തങ്ങൾ വീണ്ടും ഉണർത്തുകയാണ്, സഅലബാനെ ഗൗരവമേറിയ ശബ്ദത്തിൽ പറയുകയാണ്, അല്ല അല്ല സഅലബ, ബൽ കലാമുല്ലാഹി അസ്സ വജല്ല അഅ്ലം, നിങ്ങളുടെ പാപത്തിനേക്കാൾ കൂടുതൽ വണ്ണമേറിയ പോരിശയേറിയത് അല്ലാഹുവിന്റെ കലാമിനാണ്. ഈ ആയത്തങ്ങ് അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദംബി ബൽ അഅ്ലമു യാ റസൂലല്ലാഹ്, അല്ല നബിയേ, എന്റെ പാപമാണ് ഇതിനേക്കാളും വലിയ ഭാരമേറിയത് എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉണർത്തുകയാണ്, പാടില്ല, അങ്ങനെ പറയാൻ പാടില്ല. അല്ല അല്ല, ബൽ കലാമുല്ലാഹി അസ്സ വജല്ല അഅ്ലം, നിങ്ങൾ ചെയ്ത പാപ
പാപത്തിനേക്കാളും ഏറ്റവും കൂടുതൽ വണ്ണമേറിയത് പവറുള്ളത് ഈ ആയത്തിനാണ്. നബി തങ്ങളോട് സമ്മതിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു വേറൊരു ലോകത്താണ്. പാപം കറ പിടിച്ചുപോയി നബിയെ എന്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, സഅലബാനെ വീട്ടിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിപ്പിക്കുക ഉമറേ. വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു സഅലബ റളിയല്ലാഹു അൻഹു. അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരാഴ്ചകളോളം രോഗശയ്യയിൽ കിടക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദീനത്തെ പള്ളിയിലേക്ക് മഹാനായ സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യ സാദൃശ്യമുണ്ട് എന്ന് മഹാരഥന്മാര് പഠിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട സൽമാൻ ഇബ്നു ഫാരിസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് ഹാജരാവുകയാണ്. അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കുന്നു. സഅലബ റളിയല്ലാഹു അൻഹു രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ്. നബിയെ, ചെയ്ത തെറ്റെന്താണ്? അൻസാരിയായ ഒരു സ്വഹാബി അദ്ദേഹത്തെ ക്ഷണിക്കാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് കുളിക്കുന്നത് അറിയാതെ ഒന്നാമത്തെയും രണ്ടാമത്തെയും തവണ കണ്ടുപോയി. ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ഇത് കണ്ടതിന് ശേഷം ഉറങ്ങിയിട്ടില്ല. സഅലബാന്റെ ശരീരം ആകെ മെലിഞ്ഞൊട്ടി എല്ലും തോലുമായി അവിടെ രോഗശയ്യയായി മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ റസൂൽ സയ്യിദുൽ വജൂദ് സൽമാൻ ഇബ്നു ഫാരിസിന്റെ കൂടെ ബഹുമാനപ്പെട്ട സഅലബാന്റെ ചെറിയ കുടിലിലേക്ക് കയറുകയാണ്. ആ വീടാകെ പ്രകാശപൂരിതമാണ്. സഅലബാന്റെ മുഖം വലിയ ഒരു ഗംഭീരമായ ഈമാനിന്റെ തിളക്കം കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാനിടയായി. ആ സമയത്ത് അവിടെ ചെന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ്സെടുത്ത് മഹാനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ ശറഫാകപ്പെട്ട മടിയിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ മടിയിൽ വെച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു തആല അൻഹു ആ തലയങ്ങ് അവിടെ നിന്ന് മാറ്റിക്കളയുന്നു. സഅലബ റളിയല്ലാഹു അൻഹുവിനോട് മഹാനായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, എന്തേ സഅലബ പാപമേറിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറയുന്ന നിങ്ങൾ എന്റെ ശറഫാകപ്പെട്ട മടിത്തട്ടിൽ തലവെക്കാൻ വേണ്ടിയിട്ടെല്ലാ സ്വഹാബത്തും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തല ഞാൻ എന്റെ മടിത്തട്ടിൽ വെച്ചപ്പോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ലേ സഅലബ? അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ സഅലബ പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ഇഷ്ടപ്പെടാത്തതല്ല നബിയേ, എന്റെ പാപമേറിയ ശിരസ് അങ്ങയുടെ ശറഫാകപ്പെട്ട മടിത്തട്ടിൽ വെക്കാൻ എന്റെ പാപമേറിയ ശിരസിന് ഒരിക്കലും അർഹതയില്ല നബിയേ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ മടിത്തട്ടിൽ എന്റെ ശിരസ് വെക്കൂല്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ഈ പാപങ്ങൾ എത്ര വലുതാണ് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സ്വഹാബത്തൊക്കെ അടുപ്പം നിൽക്കുന്നവരൊക്കെ വളരെ അത്ഭുതത്തോടുകൂടെ നോക്കി നിന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, മാ തജിദു യാ സഅലബ, നിങ്ങൾ എന്താണ് സഅലബ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? എന്ത് പ്രയാസമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സ്വഹാബി അവിടെ നിന്ന് പറയുകയാണ്, അജിദു മിസ്ല ദബീബിൻ നംലി യാ റസൂലല്ലാഹ്, അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വഅൽമി യാ റസൂലല്ലാഹ്, അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വഅൽമി യാ റസൂലല്ലാഹ്, അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വഅൽമി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടത്തെ കരങ്ങൾ പിടിച്ചുകൊണ്ട് മഹാനായ സ്വഹാബി പറഞ്ഞ വാചകങ്ങൾ, യാ റസൂലല്ലാഹ്, അജിദു മിസ്ല ദബീബിൻ നംലി യാ റസൂലല്ലാഹ്, എന്റെ ശരീരത്തിന്റെയും എല്ലിനും
ഇടയിൽ ബൈന ജിൽദി വ അൽമി, എന്റെ ശരീരത്തിന്റെ തോലിനും എല്ലിനും ഇടയിൽ, അതേ ശരീരത്തിൽ ഇറച്ചി കഷ്ണമില്ല. ദേഹാർദ്യനായിരുന്ന സുന്ദരനായിരുന്ന സ്വഹാബിയായിരുന്നു. ഒരു പാപമറിയാതെ ചെയ്തു പോയപ്പോ അത് ഖേദിച്ച് മടങ്ങുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന് മുഖം കാണിക്കാതെ പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടന്ന് ദിവസങ്ങളോളം ഓടി നടന്ന് അവസാനം നരകത്തെ പേടിച്ച് മരണത്തിലേക്ക് കടന്നുപോയ സ്വഹാബി അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ് അജിദു മിസ്ല ദബീബിൻ നംലി, അള്ളാഹുവിന്റെ ഹബീബേ, അതേ ഒരു മിസ്ല് പറയുകയാണ്, ഒരു ഉദാഹരണം പറയുകയാണ്. എങ്ങനെയാണ് എന്റെ അനുഭവം എന്നല്ലേ നബിയേ? അജിദു മിസ്ല ദബീബിൻ നംലി ബൈന ജിൽദി വ അൽമി യാ റസൂലല്ലാഹ്, ചെറിയ ഉറുമ്പുള്ളേ നബിയേ, ആ ഉറുമ്പന്റെ എല്ലിനും തോലിനും ഇടയിൽ ഇങ്ങനെ ചലിച്ച് ഒരു പ്രയാസപ്പെടുത്തുന്ന അനുഭവം എനിക്കുണ്ട് നബിയേ, അത് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അള്ളാഹുവിന്റെ റസൂലിന് മനസ്സിലായി സക്കറാത്തിന്റെ വേദനയാണ്. വളരെയധികം പ്രയാസപ്പെട്ട് പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് വേണ്ടി ദിവസങ്ങളോളം പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു അവസാനം അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവിലേക്ക് യാത്രയാകാൻ കാത്തിരിക്കുന്ന സ്വഹാബി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദന എന്താണെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിനോട് ആ സ്വഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ്, യാ റസൂലല്ലാഹ്, എന്റെ എല്ലിനും തോലിനും ഇടയിലുള്ള ആ ഉറുമ്പ് ചലിക്കുന്ന സഞ്ചരിക്കുന്ന ആ രംഗം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്നറിയാതെ കണ്ണുനീര് പുറത്തേക്ക് വരികയാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബിയുടെ രംഗം കൊണ്ടുകൊണ്ട് പ്രയാസപ്പെടുകയാ. അപ്പോഴല്ലേ ഫനസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ അടിമയെ പറ്റി അള്ളാഹു പറഞ്ഞിരിക്കുന്നു നബിയേ, എന്താണ് ഈ അടിമക്ക് വേണ്ടത് എന്ന് ചോദിക്കൂ നബിയേ. ആ സമയത്ത് ചോദിക്കുമ്പോഴതാ അദ്ദേഹം പറയുകയാണ്, സഅലബ പറയുകയാണ്, മഗ്ഫിറത്തു റബ്ബി യാ റസൂലല്ലാഹ്, എന്റെ റബ്ബിന്റെ പൊരുത്തം അല്ലാഹുവേ, എന്റെ റബ്ബിൽ നിന്ന് പാപമോചനമാണ് റബ്ബി നബിയെ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോഴതാ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഈ അടിമയുണ്ടല്ലോ, അല്ലാഹ് പറഞ്ഞിരിക്കുന്നു നബിയെ, എന്റെ ഈ അടിമ ഭൂമിയോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയോളം പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹ് പറഞ്ഞിരിക്കുന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സയ്യിദുൽ വജൂദ് അവിടുന്ന് ചോദിക്കുകയാ, യാ ജിബ്രീൽ, ഞാനത് പറയട്ടെയോ സന്തോഷിപ്പിക്കട്ടെയോ സഅലബാനെ? അതേ നബിയെ, സന്തോഷിപ്പിക്കണം നബിയെ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു സന്തോഷിപ്പിക്കണമെന്ന്. ഈ സംഭവം ബഹുമാനപ്പെട്ട സയ്യിദുൽ വജൂദ് സഅലബാനോട് പറയുമ്പോ സഅലബ റളിയല്ലാഹു അൻഹു അവിടുന്ന് സന്തോഷത്താലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അപ്പോഴതാ അവിടുന്ന് വഫാത്താവുകയാ. അള്ളാഹുവിന്റെ റസൂല് മരണാനന്തര കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുകയാ. അള്ളാഹുവിന്റെ റസൂൽ അതാ കഫം ചെയ്യുന്ന കുളിപ്പിക്കുന്ന അടുത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂല് കഫം ചെയ്യുന്ന അടുത്തുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അതാ നിസ്കരിക്കുന്ന അടുത്തുണ്ട്. തീർന്നില്ല, അവിടുന്ന് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴും ജന്നത്തുൽ ബഖീയിലേക്ക് കൊണ്ടുപോകുമ്പോഴും സഅലബാന്റെ ജനാസയുടെ കൂടെ മുത്തൊളി മുഹമ്മദ് മുസ്തഫ. എന്തൊരു ഭാഗ്യമാ, അള്ളാഹുവിന്റെ റസൂലുണ്ട്. ഈ എല്ലാ രംഗങ്ങൾക്കും മഹാനായ മുത്തൊളി സാക്ഷിയാണ്. എന്നാൽ സ്വഹാബത്ത് അവിടുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ബഹുമാനപ്പെട്ട സഅലബ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു, പ്രയാസങ്ങളേറെ പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞില്ലേ നബിയേ? എന്നിട്ട് അവിടുന്ന് എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണമായിട്ട് നിന്നല്ലോ. അവിടുന്ന് മരണത്തിന് ശേഷം അതാ അവിടുന്ന് കണ്ണുമൂടുന്നത് തൊട്ട് കുളിപ്പിക്കുന്നത് തൊട്ട് അവിടുന്ന് കഫംപുടയെല്ലാം ശരിയാക്കുന്ന സമയത്തും നിസ്കരിക്കുന്ന സമയത്ത് നേതൃത്വം നൽകുവാനും ശേഷം ഖബർസ്ഥാനിലേക്കും റസൂലുള്ളാഹ് വന്നല്ലോ നബിയേ. റഅയ്നാക തംശി അലാ തുറാഫി അനാമിലിക യാ റസൂലല്ലാഹ്. ആ സമയത്ത് ഞങ്ങൾക്ക് കാണാനിടയായ ഒരു സംഭവമുണ്ട് നബിയേ. അത് മുൻപൊന്നും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ്. ഹബീബായ നബിയേ, സഅലബാന്റെ മയ്യത്ത് സഅലബ
സൈലബാന്റെ ജനാസ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളിലെ റൈനാക്ക ഞങ്ങൾ കണ്ടത് തംഷി അലാ അത്റാഫി അനാമിലിക യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാലിന്റെ തള്ളവിരലുകൾ വെച്ചുകൊണ്ട് നീ നടക്കുന്നുണ്ടായിരുന്നല്ലോ നബിയേ. മഹാനായ സയ്യിദുൽ വജൂദ് സഹാബത്തിനോട് പറഞ്ഞ രംഗം നോക്കൂ സഹോദരങ്ങളെ. ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, പാപഭംഗിരമായ ജീവിതം നയിക്കാൻ മഹാനായ സഅലബ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാരണമായിട്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് നമുക്ക് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബത്തെ, ഞാൻ എന്തുകൊണ്ടാണ് തള്ളവിരൽ കൊണ്ട് വെച്ചുകൊണ്ട് നടന്നതെന്നല്ലേ? ഞാൻ അവിടെ സ്വഹാബിയായ ബഹുമാനപ്പെട്ട സഅലബാന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോഴും അവിടത്തെ ജനാസക്ക് നേതൃത്വം നൽകുമ്പോഴും നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോഴും ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോഴെല്ലാം ഞാൻ തള്ളവിരൽ വെച്ചുകൊണ്ട് നടക്കുന്നത് റഹ്മത്തിന്റെ മാലാക്കമാരിറങ്ങിയിട്ട് എനിക്ക് നടക്കാൻ സാധിച്ചില്ല. സഅലബാന റഹ്മത്തിന്റെ മാലാക്കമാർ അല്ലാഹുവിന്റെ ഔദാര്യമാകുന്ന മഗ്ഫിറത്ത് ലഭിച്ചിട്ട് സഅലബാനെ പൊതിഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സംവിധാനമാകുന്ന ഓൺലൈനിലൂടെയാണ്. എന്റെ പ്രഭാഷണം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺലൈനിലൂടെയാണ്. പക്ഷേ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഈ പ്രഭാഷണങ്ങൾ മാറ്റമുണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മളിത് കേട്ടിട്ട് വല്ല കാര്യവുമുണ്ടോ, പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? നാളെ പിന്നെ പഴയ പാപങ്ങൾ ചെയ്യാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ, തെറ്റുകൾ ചെയ്യാനാണ് നമ്മൾ തയ്യാറാകുന്നതെങ്കിൽ അള്ളാഹു നമുക്ക് ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ തരില്ലേ? അള്ളാഹു അവന്റെ മഗ്ഫിറത്ത് തരില്ലല്ലോ. അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമല്ലോ. അല്ലാ ഞങ്ങളെ പരീക്ഷണങ്ങൾക്ക് നീ വിധേയമാക്കല്ലേ നാഥാ. ആരെല്ലാം ഓൺലൈനിലൂടെ പ്രസംഗം കേൾക്കുന്നുണ്ടോ റബ്ബേ? അള്ളാഹുവേ, ലൈവായിട്ട് കേൾക്കുന്നവരുണ്ടോ റബ്ബേ? എല്ലാവരുടെയും ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് കാരണമാക്കുന്ന നിമിത്തമാക്കുന്ന ചരിത്രമായി മഹാനായ സഅലബത്ത് ഇബ്നു അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്ന ചരിത്രമായി, അല്ലാഹുവേ, പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്ന ചരിത്രമായി, ഞങ്ങളുടെ തെറ്റുകൾ എല്ലാം നീ പൊറുക്കുന്ന നിന്റെ ഔദാര്യമാകുന്ന മഗ്ഫിറത്ത് ഞങ്ങളെ പൊതിയുന്നതിന് വേണ്ടി അല്ലാഹ് നഫ്സിന്റെ പ്രേരണ കൊണ്ട്, ശൈത്താന്റെ ദുഷ്പ്രേരണ കൊണ്ട് എല്ലാ ദിവസവും റബ്ബേ സുബ്ഹിക്ക് എണീറ്റ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞ് ബജാറിൽ ഇറങ്ങിയാൽ, അതല്ലെങ്കിൽ കയ്യിലുള്ള ആയുധമാകുന്ന മൊബൈൽ കയ്യിൽ സഞ്ചരിക്കുമ്പോൾ റബ്ബേ അറിഞ്ഞും അറിയാതെയും കൈവിരലുകൾ തെറ്റു ചെയ്യുന്നു നാഥാ. കണ്ണുകളെല്ലാം തെറ്റിലേക്ക് ചലിക്കുന്നു നാഥാ. അല്ലാഹുവേ, ചുണ്ടുകൾ തെറ്റിലേക്ക് ചലിക്കുന്നു റബ്ബേ. നിന്റെ പരിശുദ്ധമാകുന്ന മാസത്തിന്റെ ഹക്ക് കൊണ്ട്, പരിശുദ്ധമാകുന്ന റമളാനിലും ശവ്വാലിലും നോമ്പ് നോറ്റവരുടെ ഹക്ക് കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ നോമ്പുകൾ നീ സ്വീകരിച്ചവരായി അല്ലാഹ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിക്കപ്പെടുന്നതിന് നാഥാ ഞങ്ങളുടെ നീ ഇബാദത്ത് കാരണമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ പ്രവർത്തനങ്ങൾ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ റബ്ബേ. കിബറില്ലാത്ത, അസൂയയില്ലാത്ത, ഉജുബില്ലാത്ത, അഹങ്കാരമില്ലാത്ത മനസ്സ് ഞങ്ങൾക്ക് നൽകുന്നതിന്, എപ്പോഴും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നതിന്, വലിയ വലിയ തെറ്റുകളിലേക്ക് നീങ്ങുമ്പോൾ മഹാനായ സഅലബ റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ കൺമുന്നിൽ വന്ന് അറിയാതെ ഒരു തമ്പ് ചെയ്തതിന്റെ പേരിൽ, ചെറിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ, സംഭവിച്ചു പോയതിന്റെ പേരിൽ യാതനകൾ അനുഭവിച്ച്, പ്രയാസങ്ങൾ അനുഭവിച്ച് നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയ ആ രംഗം ഞങ്ങളുടെ കൺമുന്നിൽ നീ എപ്പോഴും കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങൾ തെറ്റിലേക്ക് നീങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഹൃദയത്തിൽ സഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നീ മാറ്റമുണ്ടാക്കണേ അല്ലാഹ്. അവിടുന്ന് തെറ്റിൽ നിന്ന് തടുക്കുന്നതിന് കാരണമാക്കണേ അല്ലാഹ്. നരകത്തെ പേടിച്ച് പേടിച്ച് പർവ്വതങ്ങൾക്കിടയിൽ ഓടി ഓടി നടന്ന് അവസാനം നിന്റെ പരിശുദ്ധ ഖുർആൻ വരെ ഇറങ്ങിയിട്ട് നരകത്തെ പേടിച്ച് നിന്നിലേക്ക്, നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ആ സഅലബ റളിയല്ലാഹു അൻഹു
ഓരോരുവിനെയും ഞങ്ങളെയും ഹബീബു സയ്യിദുൽ വജൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാളെ സുഖലോക സ്വർഗ്ഗത്തില് ഈ പ്രസംഗിക്കുന്ന ഉള്ളവനെയും കേൾക്കുന്ന ഓരോരുത്തരെയും നവമാധ്യമങ്ങളിലൂടെയും ഓൺലൈനിലൂടെയും കേൾക്കുന്നവരെയും അല്ലാ നീ ഒരുമിച്ച് കൂട്ടി മാറ്റമുണ്ടാക്കുന്ന ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കുന്ന ഒരു ഇബാദത്തായി നീ സ്വീകരിക്കണേ തമ്പുരാനെ. തട്ടിക്കളയല്ല നാദാ, തട്ടിക്കളയല്ല നാദാ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.